കുട്ടികൾക്ക് ഇപ്പം സ്കൂളുകളിൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ ജപ്പാൻ ജ്വരത്തിനുള്ള വാക്സിനേഷൻ നൽകുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേ തുടർന്ന് ഇത് എടുക്കണോ വേണ്ടോ എന്നുള്ള ഒരുപാട് സംശയങ്ങളും വിവാദങ്ങളും ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, കേരളത്തിൽ ആദ്യമായിട്ടല്ല ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസിനുള്ള വാക്സിൻ കൊടുക്കുന്നത്. ആലപ്പുഴയിലും ട്രിവാൻഡ്രത്തൊക്കെ ഇതിന് മുന്നേ കൊടുക്കുന്നുണ്ട്. പക്ഷെ കോഴിക്കോട് ജില്ലയിൽ 2023-25 ടൈമിൽ ഒരു 7ഓളം ജാപ്പനീസ് എൻസെഫലൈറ്റിസ് കേസുകൾ ഉണ്ടാവുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വൈറസ് പന്നികളിൽ നിന്നും പക്ഷികളിൽ നിന്നൊക്കെ മനുഷ്യരിലേക്ക് ക്യൂലെക്സ് കൊതു വഴിയാണ് പകരാം. ഇത് വൺസ് ഈ വൈറസ് മനുഷ്യരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുട്ടികളിലൊക്കെ ഭയങ്കര പനി, അപസ്മാരം, അബോധാവസ്ഥ ഒക്കെ വന്ന് ഒരു കുട്ടികളുടെ ലൈഫ് ത്രെറ്റനിങ് ആവുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാക്സിൻ നിർബന്ധമായിട്ട് എടുക്കണം എന്ന് പറയുന്നത്. നിലവിൽ സ്കൂളുകളും അംഗൻവാടികളും വഴി 1 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ ഈ വാക്സിൻ ഡ്രൈവ് നടക്കുന്നത്. ഈ വാക്സിൻ എടുക്കാതെ ഈ രോഗം എങ്ങാനും പിടിപെട്ട് കഴിഞ്ഞാലുള്ള ചികിത്സ വളരെ ബുദ്ധിമുട്ടാണ്. ചികിത്സ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് പ്രതിരോധം തന്നെയാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും നല്ല മെത്തേഡ്. അതുകൊണ്ട് ഈ വാക്സിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ മാറ്റിവെച്ച് ഈ ഒരു വാക്സിനേഷൻ ഡ്രൈവിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പാരന്റ്സ് എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്.